മെയ് മാസം 9-ാം തീയതിയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മഴയും മീനും. പോണാ ആ വരുന്ന വള്ളമെല്ലാം കുട്ടിച്ചൂര വള്ളങ്ങളാണ്. കുട്ടിച്ചൂരമായിട്ട് വരുന്ന വള്ളക്കാരാണ് കേട്ടോ. ദൂരോട്ട് കാണുന്ന വള്ളത്തിൻ്റെ ആ കുട്ടിച്ചൂരയുടെ ലേലമളി കഴിഞ്ഞ് വള്ളം തള്ളി വിട്ട് കേട്ടോ. 2 പെട്ടി നേരെ അവർക്ക് കുട്ടിച്ചൂര ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വിഴിഞ്ഞം ഫ്രാങ്കളുടെ വള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ത് മീനാണ് നോക്കാം. പ്രധാനമായിട്ടും കുട്ടിച്ചൂര തന്നെയായിരിക്കും കേട്ടോ. മെയ് 9-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയാണ്. 12 മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. 12 മണി കഴിഞ്ഞുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. ചെരുപ്പ് താങ്കൾ എത്ര വരും കുട്ടിച്ചൂര? 450 എണ്ണി ഉണ്ടോന്ന് ഇവിടെ നിന്ന്. പിന്നെ ഇവിടെ എണ്ണി കുടിക്കേണ്ട ആവശ്യമില്ല, തട്ടി കൊടുത്താൽ മതിയല്ലോ. ആ ഇവർക്ക് 4 പേര് എണ്ണിയാണ് ഇടുന്നത് അല്ലേ? ഓക്കെ. ഇപ്പൊ എത്ര പോയി വില? എത്ര പോയി? 27.50 പ്രാങ്കൽ വള്ളത്തിലെ കുട്ടിച്ചൂര. അപ്പൊ വള്ളം തള്ളിവിട്ട് 450 എണ്ണിക്കൊണ്ടാണ് വന്നത്. നേരത്തെ ലേലമളി കഴിഞ്ഞു പോയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ തള്ളി വിട്ട് ആ കുട്ടിച്ചൂരെ എണ്ണി കൊണ്ടുവന്നതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ്. 650 ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവർക്ക്. ഇത് മൂളിയുടെ വെള്ളം കേട്ടോ. കുട്ടിച്ചൂരമായിട്ട് വന്ന് അതിൻ്റെ എണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. വാ പിടിച്ചെടുക്കേ. ഫോട്ടോ പിടിച്ചെടുത്ത് ആ എടുക്ക് പിടിച്ച് വയ്ക്കുക അവിടെ. അയാള് മീനെ പിടിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ചരിച്ച് കാണിച്ചു കൊടുക്കുന്നു. ആ മതി. ഒരു പാലാ മീനും കുട്ടിച്ചൂരും ഉണ്ട് കേട്ടോ അവർക്ക്. ഈ ഒരു വള്ളമേ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കാനായിട്ടുള്ള കാരണം എന്താണ് നമ്മുടെ കൂട്ടുകാർ മനസ്സിലായോ? പറഞ്ഞുതരാമേ. അപ്പോൾ മെയ് 9-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ആ ഒരു വിശേഷം കാണിച്ചതിന് ശേഷം ദാണ്ട് ഈ ഒരു ഡീറ്റെയിലൂടെ ഞാൻ പറഞ്ഞുതരാമേ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ വള്ളങ്ങളെ ഒരുപാട് ദിവസം ഈ കടലിൽ ദാണ്ട് ദൂരോട്ട് കാണുന്നില്ലേ, ഇതുപോലെ കെട്ടിയിട്ട് കഴിഞ്ഞാലേ ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് അലവി എന്ന് പറയും കേട്ടോ. അതായത് പായൽ, കടൽ പായൽ. അപ്പോൾ നമ്മുടെ ചിന്നപ്പാണ്ണനൊക്കെ അതിനെ ഉരച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദൂരോട്ട് കാണുന്ന ജോംബോളിനെ കണ്ടല്ലേ, പുള്ളിയുടെ വള്ളമാണ്. അപ്പോൾ ഇതുപോലെ തേച്ച് കളഞ്ഞാൽ മാത്രമേ വെള്ളം കുറച്ച് സ്പീഡിൽ ഓടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. ചിന്നപ്പാണ്ണ ഒരു ഹായ് പറയും എല്ലാവർക്കും. ആ ഹായ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയൊക്കെ ഒരുപാട് കത്തിപ്പോകും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ആ എണ്ണയ്ക്ക് ഇപ്പോൾ നിലവിൽ എത്ര രൂപ ഉണ്ട്? 110. നേരത്തെ 120 ആയിരുന്നല്ലോ. ആ ഇപ്പൊ 110 ആക്കി.
ആ ആ ഇപ്പൊ 110 നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓക്കെ. അടുത്ത് നമ്മുടെ വിഴിഞ്ഞം ഫ്രാൻസിസ് ചേട്ടൻ്റെ വള്ളമാണ്. കുട്ടിച്ചൂരയുമായിട്ട് ഓരോരോ വള്ളക്കാരൊക്കെ വരുന്നു. ഇതിൻ്റെ ലേലമളി കഴിഞ്ഞു കേട്ടോ. എണ്ണ എടുത്തുകൊണ്ട് വരികയാണ് മീൻ. സോര ചാടി വിഴി വെള്ളത്തിൽ ചാടി വിഴി. അപ്പോ വീണ് ചാടി. ഹായ് പറ എല്ലാവർക്കും ഒരു ഹായ് പറയും. ഹായ് ഓക്കെ. അങ്ങനെ ഫ്രാങ്കളിലെ വെള്ളത്തിൽ മീൻ എണ്ണി എടുത്തിട്ട് വരികയാണ്. ഓൾറെഡി എണ്ണിയ മീനാണ് ഉള്ളിൽ വെച്ച്. പിന്നെ പേരിന് ഇവിടെ വെച്ച് എണ്ണി കുടിക്കുകയാണ് 450 ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാം മെയ് 9-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വള്ളങ്ങളൊക്കെ ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പോൾ എത്ര വേഗം തന്നെ വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ വരിക. മാക്സിമം ഒരു 4 മണി. ഓക്കെ, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുന്ന കാര്യം സംശയമാണ്.